സൈലൻസ് എന്നത് ബഹളങ്ങളുടെ അവസാനമല്ല, മറിച്ച് പല തിരിച്ചറിയലുകളുടെയും തുടക്കമാണ്. നമ്മെ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ, സ്വയം അവബോധം വളർത്തിയെടുക്കുവാൻ നിശബ്ദത വളരെ ആവശ്യമാണ്. നമ്മൾ സംസാരിക്കുന്നതിൽ മിക്കവാറും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്നവയാണ്. ആളുകൾ അല്പം സംസാരം കുറച്ചാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന 90% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. വഴക്കുകളും തർക്കങ്ങളും അസ്വസ്ഥതകളും കുറയും. ചുറ്റും ബഹളങ്ങളും പ്രതിസന്ധിയും അനുഭവപ്പെടുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വന്തം ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ചാൽ, റീകണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ആന്തരിക സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിശബ്ദതയിലായിക്കൊണ്ട് സ്വന്തം ചിന്തകളെക്കുറിച്ച് അവലോകനം ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. അധികം സംസാരിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. മഹാന്മാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ കുറവ് സംസാരിക്കുന്നവരും വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നവരുമാണ് എന്നുള്ളതാണ്. ഇതവരുടെ വിജയത്തിനും കാരണമാകുന്നു. നമ്മൾ അധികം സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഫീലിങ്സും മറ്റും പങ്കുവെക്കുന്നവരാണെങ്കിൽ നമ്മളത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൂടുതൽ അലൈവായി തോന്നാനാണ്. ഞാനും പരിഗണിക്കപ്പെടണം, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്ന് ധരിപ്പിക്കുവാനും മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാക്കുവാനുമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് ഊർജം പകരുന്നു എന്നത് കൂടുതൽ സംസാരിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകുന്നു. സത്യത്തിൽ സംഭാഷണങ്ങൾ എനർജി എക്സ്ചേഞ്ച് ആണെന്ന് പറയാം. ഇവിടെയാണ് സൈലൻസിൻ്റെ, നിശബ്ദതയുടെ പ്രസക്തി വരുന്നത്. സൈലൻസിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായി വരുന്ന പ്രേരണയാണ് അവരെ തിരുത്തുന്നതും പരാതി പറയുന്നതും അതുപോലെ അവരെ കുറ്റപ്പെടുത്തുന്നതും. എന്നാൽ നിശബ്ദത പരിശീലിച്ചാൽ സംസാരിക്കുവാനുള്ള പ്രവണത നമ്മിൽ കുറയുന്നു, നമ്മിൽ കൂടുതൽ ഊർജമുണ്ടാകുന്നു. ഈ ഊർജം മറ്റു പല രീതിയിലും നമുക്ക് ഉപകാരപ്പെടുന്നു. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു, പ്രതികരിക്കുന്നുവെന്ന് ഒബ്സർവ് ചെയ്യുവാൻ, ശ്രദ്ധിക്കുവാൻ അത് നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻസിനെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച ലഭിക്കുവാനും മറ്റുള്ളവരുടെ എനർജിയെ കൂടുതൽ വ്യക്തതയോടെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെങ്കിലും എനർജി ഒരിക്കലും കള്ളം പറയുകയില്ല. അങ്ങനെ നിശബ്ദതയിലായിരിക്കുന്നത്, നിശബ്ദത പരിശീലിക്കുന്നത് എനർജിയോട് കൂടുതൽ സെൻസിറ്റീവ് ആകുവാനും അങ്ങനെ മികച്ചത് തിരഞ്ഞെടുക്കുവാനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനും ആളുകളെ സഹായിക്കുന്നു. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അതെങ്ങനെയാണോ അതുപോലെ കാണാൻ, വ്യക്തതയോടെ കാണാൻ സാധിക്കുമ്പോൾ പുറമേ നിന്നുള്ള വാലിഡേഷനോ അംഗീകാരമോ ഉപദേശമോ ലഭിക്കുവാനുള്ള ആവശ്യകത നമ്മിൽ കുറയുന്നു. മറ്റുള്ളവരെയും ചുറ്റുപാടുകളെയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിനോടൊപ്പം നിശബ്ദത, സൈലൻസ് കൂടുതൽ സ്വയം അവബോധം വളർത്തിയെടുക്കുവാനും സഹായിക്കുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നും അത് വളരെ ബാലിശമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ഇതിനർത്ഥം ഇവ നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്തു വെക്കണമെന്നല്ല. തീർച്ചയായും അവ നമുക്ക് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അവയെ സ്വയം അനുഭവിക്കുന്നതും അവയെ അക്നോളജ് ചെയ്യുന്നത്, അംഗീകരിക്കുന്നതും മറ്റുള്ളവരുമായി നമ്മുടെ ലോകത്തെ പങ്കുവയ്ക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നിശബ്ദത പരിശീലിക്കുന്നവർക്ക് ഒരു കാര്യം കാണുവാനും അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നു. അത് ഇതാണ്: ചിന്തകളും വികാരങ്ങളും മേഘങ്ങൾ പോലെയാണ്. അവ പ്രത്യക്ഷപ്പെടുന്നു, അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമെല്ലാം നമ്മളല്ല, അവ നമ്മിലൂടെ കടന്നു പോകുന്നവ മാത്രമാണെന്ന തിരിച്ചറിവ്. മറ്റുള്ളവരുമായി ഇവ പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ പ്രവണത അങ്ങനെ കുറയുന്നു. അങ്ങനെ മറ്റുള്ളവരുമായി ഇവ പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ ആവശ്യകത കുറയുമ്പോൾ നമ്മൾ ഊർജത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണതയിൽ നിന്നും പുറത്തു വരുന്നു. സൈലൻസ് പരിശീലിക്കുന്നത്
കൂടുതൽ വ്യക്തമായി കേൾക്കുവാനും നിരീക്ഷിക്കുവാനും കാണുവാനും ശ്രദ്ധിക്കുവാനും നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരെയും നമ്മെ സ്വയവും കൂടുതൽ സഹാനുഭൂതിയോടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. സൈലൻസിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം പറയാം. സൈലൻസിലായിരിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ റീവയർ ചെയ്യുകയും നമ്മെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. കുറച്ചു മണിക്കൂറുകൾ കണ്ടിന്യൂവസായി നിശബ്ദതയിലായിരിക്കുന്നത് തലച്ചോറിലെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. സൈലൻസും മെൻ്റൽ ഇൽനെസ്സും തമ്മിലുള്ള കണക്ഷൻ തിരിച്ചറിയാൻ പല പഠനങ്ങളും നടത്തപ്പെടുന്നു. നിശബ്ദതയോട് നമ്മുടെ തലച്ചോറ് കൂടുതൽ പ്രതികരിക്കുന്നുവെന്ന് കണ്ടെത്താൻ സാധിച്ചു. 2013 ഒരു പഠനത്തിൽ പറയുന്നത് ദിവസത്തിൽ 2 മണിക്കൂർ നിശബ്ദതയിലായിരിക്കുന്നത് പഠനത്തിനും ഓർമ്മയ്ക്കും ഇമോഷണൽ റെഗുലേഷനും കാരണമായ ഹിപ്പോ ക്യാമ്പസിൽ പുതിയ ബ്രെയിൻ സെൽസ് വളരാൻ കാരണമാകുന്നുവെന്നാണ്. ഇതുകൂടാതെ നിശബ്ദത പരിശീലിക്കുന്നത് തലച്ചോറിലെ ഭയത്തിന് കാരണമായ അമിഗ്ഡാല എന്ന ഭാഗത്തെ ശാന്തമാക്കുവാനും സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കുറയ്ക്കുവാനും മിനിറ്റുകൾക്കുള്ളിൽ ഹാർട്ട് റേറ്റും BP-യും മസിൽ ടെൻഷനും കുറയ്ക്കുവാൻ കാരണമാകുന്നു. മറ്റൊരു ബെനിഫിറ്റാണ് നിശബ്ദത നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയും ഇതുമൂലം നമ്മുടെ ദഹനവും ഉറക്കവും രോഗപ്രതിരോധ സംവിധാനവും മികച്ചതാവുകയും ചെയ്യുന്നുവെന്നത്. മറ്റൊന്ന്, നിശബ്ദത നമ്മെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കുന്നുവെന്നുള്ളത്. ഇത് കൂടുതൽ ഐഡിയാസും ഉൾക്കാഴ്ചകളും ലഭിക്കുവാൻ കാരണമാകുന്നു. ഇതുകൂടാതെ സൈലൻസ് എന്നത് ദൈവവുമായി കണക്ട് ചെയ്യുവാനുള്ള ഒരു പാലമായി കണക്കാക്കപ്പെടുന്നു. അത് ജീവിതത്തിൻ്റെ അർത്ഥവും പർപ്പസും കണ്ടെത്തുവാനും ഹീലിങ്ങിനും കാരണമാകുന്നു. ദിവസവും അല്പം സമയം നിശബ്ദതയിലായിരിക്കാൻ ശ്രമിക്കാം. ആഹാരത്തിന് ശേഷമോ കിടക്കാൻ പോകുന്നതിന് മുൻപോ അല്പം സമയം ഇതിനായി കണ്ടെത്താം. അത് നമ്മുടെ ബ്രെയിൻ പവറിനും മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പരിശീലിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ ആരംഭിക്കാം. സൈലൻസിനെ കുറിച്ച് ഒരു മനോഹരമായ വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ദി ക്വയറ്റർ യു ബിക്കം, ദ മോർ യു ഹിയർ, നോട്ട് ദി നോയ്സ് ഔട്ട്സൈഡ് ബട്ട് ദി വോയിസ് വിത്തിൻ.